കേരളത്തിന്റെ സാമ്പത്തിക ഭാവി ഒന്നാകെ മാറ്റിവരയ്ക്കാൻ കെൽപ്പുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 രാവിലെ പദ്ധതി പ്രദേശത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. മൂന്നാം സഹസ്രാബ്ദത്തിലേക്കുള്ള ഇന്ത്യയിലെ മഹാകവാടമെന്നാണ് വിഴിഞ്ഞം തുറമുഖത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇതിൽ നിന്ന് തന്നെ പദ്ധതി എത്രത്തോളം പ്രസക്തമാണെന്നതും വ്യക്തമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം എങ്ങനെയാണ് നിർമ്മാതാക്കളും നടത്തിപ്പുകാരുമായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഓഹരിയിൽ ചെലുത്തുന്ന സ്വാധീനമെന്ന് നോക്കാം. ആദ്യം കമ്പനിയുടെ പശ്ചാത്തലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻറ്റിഗ്രേറ്റഡ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്. രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖ നടത്തിപ്പുകാരായ ഈ അദാനി ഗ്രൂപ്പ് കമ്പനിയാണ് ഇന്ത്യയിലേക്കുള്ള കാർഗോ നീക്കത്തിൻ്റെ 4 കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ ആഭ്യന്തര പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ 60% വിപണി വിഹിതവും കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലവിൽ കേരളം ഉൾപ്പെടെ രാജ്യത്തെ 7 തീരദേശ സംസ്ഥാനങ്ങളിലെ 13 തുറമുഖങ്ങൾക്ക് കമ്പനി കീഴിൽ പ്രവർത്തന സജ്ജമാണ്. ഇതിനു പുറമെ ശ്രീലങ്ക, ഇസ്രായേൽ, ഓസ്ട്രേലിയ, ടാൻസാനിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും തുറമുഖങ്ങൾ ഏറ്റെടുത്ത് അദാനി ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. നിലവിൽ അദാനി പോർട്സിൻ്റെ 65.89% ഓഹരി വിഹിതവും അദാനി ഗ്രൂപ്പിൻ്റെ കൈവശമാണുള്ളത്. അതേസമയം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളിച്ച രാജ്യത്തെ ഏറ്റവും വലിയ പ്രത്യേക സാമ്പത്തിക മേഖല അഥവാ സെസും കമ്പനിക്ക് സ്വന്തമാണ്. ഡ്രൈ കാർഗോ, ലിക്വിഡ് കാർഗോ, ക്രൂഡ് ഓയിൽ, കണ്ടെയ്നർ തുടങ്ങിയ വിവിധതരം കാർഗോകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയും കമ്പനി ആർജിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഉപകമ്പനിയായ അദാനി ലോജിസ്റ്റിക്സ് മുഖേന ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളെ 3 ലോജിസ്റ്റിക്സ് പാർക്കുകളും നടത്തുന്നുണ്ട്. സമുദ്രമാർഗം വഴിയുള്ള ചരക്ക് നീക്കം വർദ്ധിക്കുന്നതും പ്രോത്സാഹനകരമായ ഭരണനയങ്ങളും അദാനി പോർട്സിൻ്റെ വളർച്ചയ്ക്ക് ഗതിവേഗം പകരുന്നു. ഉയർന്ന കടബാധ്യത ഉണ്ടെങ്കിലും മുഖ്യ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള കമ്പനിയുടെ ക്യാഷ് ഫ്ലോ തൃപ്തികരമായ നിലവാരത്തിലാണുള്ളത്. ഏകദേശം 2.76 ലക്ഷം കോടി രൂപയാണ് അദാനി പോർട്സിൻ്റെ നിലവിലെ വിപണി മൂല്യം. വിഴിഞ്ഞം തുറമുഖം അദാനിക്കുള്ള നേട്ടമെന്ത്? കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമായതോടെ നിരവധി വാണിജ്യ നേട്ടങ്ങൾ അദാനി പോർട്സിനെയും കാത്തിരിപ്പുണ്ട്. ഏറെ നിർണായകമായ അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ ആയതിനാലുള്ള തന്ത്രപ്രാധാന്യവും വമ്പൻ മദർഷിപ്പുകൾ എടുക്കാൻ കഴിയുന്ന സ്വാഭാവിക ആഴമുള്ളതിനാലും വിഴിഞ്ഞത്തിലൂടെ വരും ദിവസങ്ങളിൽ അദാനി പോർട്സ് കൈകാര്യം ചെയ്യുന്ന കാർഗോ നീക്കത്തിലും കുതിച്ചാട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ തുറമുഖ നടത്തിപ്പിൽ അദാനി പോർട്സിനുള്ള വിപണി വിഹിതം വർദ്ധിപ്പിക്കാനും കഴിയും. ഈ ഘടകങ്ങളൊക്കെ കമ്പനിക്ക് വരുമാന വളർച്ച നേടാൻ സഹായിക്കുന്നവയുമാണ്. മാത്രവുമല്ല, ചരക്ക് നീക്കത്തിനായി പുത്തൻ സാങ്കേതികവിദ്യകൾ വിഴിഞ്ഞത്ത് ഉൾപ്പെടുത്തിയതോടെ അദാനി പോർട്സിൻ്റെ ലാഭക്ഷമതയും കൂടുതൽ മെച്ചപ്പെടും. അതുപോലെ കമ്പനിക്ക് കീഴിലുള്ള ലോജിസ്റ്റിക്സ് ശൃംഖല വിപുലപ്പെടുത്താനും വഴിതെളിക്കും. ഇവയെല്ലാം മറ്റൊരു രീതിയിൽ രാജ്യത്തിന് വിദേശ നാണ്യം ലാഭിക്കാനും ഉപകരിക്കുന്നവയാണെന്നതും ശ്രദ്ധേയം. ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാകുമ്പോൾ ഗണ്യമായ സംഭാവന നൽകാനും വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമായതോടെ അദാനി പോർട്സ് ഓഹരിയെ തേടി ഭാവിയിൽ നിരവധി നേട്ടങ്ങൾ എത്തിച്ചേരുമെന്ന് സാരം. ഡിവിഡൻഡും മാർച്ച് പാദഫലവും. 2024-25 സാമ്പത്തിക വർഷത്തെ 4ാം പാദമായ ഇക്കഴിഞ്ഞ ജനുവരി-മാർച്ച് ത്രൈമാസ കാലയളവിൽ അദാനി പോർട്സ് കാഴ്ചവെച്ച പ്രവർത്തനഫലം താരതമ്യേന മികച്ച നിലയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാർച്ച് പാദത്തിൽ കമ്പനി നേടിയ വരുമാനം 8,488 കോടി രൂപയും അറ്റാദായം 50% വാർഷിക വളർച്ചയുടെ 3,021 കോടി രൂപയും വീതമാണ് കുറിച്ചത്. ഇതിനോടൊപ്പം അദാനി പോർട്സ് ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഹരി ഒന്നിന് 7 രൂപ വീതമാകും ഡിവിഡൻഡ് കൈമാറുക. ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി 2025 ജൂൺ 13 നിശ്ചയിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ അദാനി പോർട്സ് നൽകുന്ന പ്രതിയോഹരി ലാഭവിഹിതം ഇരട്ടിയിലേറെ ഉയർന്നിട്ടുണ്ടെന്നും ശ്രദ്ധേയം. ഓഹരിയിൽ ഇനി എന്ത്? കഴിഞ്ഞ ആഴ്ച 1,216 രൂപ 50 പൈസയിൽ ക്ലോസ് ചെയ്ത അദാനി പോർട്സ് ഓഹരി തിങ്കളാഴ്ച രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ 5% കുതിച്ചുയർന്ന് 1,280 രൂപ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത്. അതേസമയം കമ്പനിയുടെ മാർച്ച് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വിവിധ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അദാനി പോർട്സ് ഓഹരിയിലുള്ള കാഴ്ചപ്പാട് പുതുക്കിയിട്ടുണ്ട്. ഇതിൽ സെക്യൂരിറ്റീസ് ഏറ്റവും കൂടുതൽ പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ട് പ്രകാരം അദാനി പോർട്സ് ഓഹരി 1,430 രൂപ നിലവാരത്തിലേക്ക് ഹ്രസ്വകാല അളവിൽ മുന്നേറാമെന്ന് ടെക്നിക്കൽ അനാലിസിസ് വിഭാഗത്തിൽ വൈസ് പ്രസിഡന്റായ പ്രദേശ് മേത്ത പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദാനി പോർട്സ് ഓഹരി വാങ്ങിയിട്ടുള്ളവർ 1,230 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കണമെന്നും സെക്യൂരിറ്റീസിൻ്റെ ടെക്നിക്കൽ അനാലിസ്റ്റ് പ്രദേശ് മേത്ത കൂട്ടിച്ചേർത്തു. അതേപോലെ മറ്റൊരു പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ന്യൂവാമ പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടിൽ അടുത്ത 12 മാസ കാലയളവിൽ അദാനി പോർട്സ് ഓഹരിക്ക് നൽകിയിരിക്കുന്ന ലക്ഷ്യവില 1,810 രൂപയാകുന്നു. ഇത് ഓഹരിയുടെ നിലവിൽ വിപണിയേക്കാൾ 50% ഉയരുകയാണെന്നും ശ്രദ്ധേയം. ഡിസ്ക്ലെയിമർ: അദാനി പോർട്സ് ഓഹരിയെ സംബന്ധിച്ച അഭിപ്രായം കാഴ്ചപ്പാടും ബ്രോക്കറേജ് സ്ഥാപനം സ്വന്തം നിലയിൽ പങ്കുവച്ചാണ്. ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപത്തിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരോട് അഭിപ്രായം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ നീക്കം ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടീമിലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.